पति ब्रह्मचारी। ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിന്റെ ബോഡി ഗാർഡായിട്ട്. എന്റെ ദൈവമേ, ഇത്രയും സുന്ദരനോ? ആരാ ഇഷയുടെ കൂടെ? അറിയില്ല, ആദ്യമായിട്ട് കാണോ ഇഷയുടെ കൂടെ? ഇത്രയും സ്റ്റൈലിഷ് ആയ ആളോ? ഇവിടെ എന്താ നടക്കുന്നത്? രോഹൻ എൻ്റെ അടുത്തേക്ക് വരരുത്. അച്ഛൻ ബോഡി ഗാർഡിനെ കൂടെ വിട്ടിരിക്കാം. രോഹൻ, റോസാപ്പൂവിന്റെ കൂടെ മുള്ളുണ്ട്, നീയൊന്ന് സൂക്ഷിച്ചു. ഇയാള് മാറാതെ തന്നെ നിപ്പുണ്ട്. അച്ഛൻ എന്നെ പെടുത്തി കളഞ്ഞു. പുറത്തുനിന്നുള്ളവർക്ക് ക്ലാസ് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം. പുറത്തേക്ക് പോകൂ. ഇഷ, ഒന്നെങ്കിൽ ഇയാളോട് പുറത്തേക്ക് പോകാൻ പറയൂ, അല്ലെങ്കിൽ നീ പുറത്തു പോകേണ്ടി വരും. ഞാൻ പുറത്തു പോവാം, പക്ഷെ ഒരു കാര്യം, ഇഷയുടെ അടുത്തിരിക്കുന്ന ഈ പയ്യനെ മാറ്റിയിരുത്തണം. അല്ല, എവിടെ പോവാണ്? ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങാൻ പോവാ. ഇനി അതിന് നിന്റെ പെർമിഷൻ വേണമെന്നാണ് പറയുന്നത്. നീ എന്താ ഇവിടെ? ഓ, ഇറങ്ങി പോ ഇവിടുന്ന്. മനസ്സിലായില്ലേ നിനക്ക്? ഇപ്പൊ കാണിച്ച രോഹൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നിന്നെ ഞാൻ രോഹൻ, വേണ്ട. രോഹൻ, ഒന്നും പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ നീ ഒരു ഗുണ്ടയല്ലേ? നിന്നെ ബോഡി ഗാർഡ് ആക്കിയതല്ലേ? ചീറ്റിംഗ്, അടിയിടിയോ അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ? എനിക്ക് തോന്നുന്നു നിന്റെ ഡാഡ് നിന്നെ സംസ്കാരവും മര്യാദയും എന്താന്ന് പോലും പഠിപ്പിച്ചിട്ടില്ലാന്ന്. ഇതെന്റെ മകനല്ല, കഴിഞ്ഞ ജന്മ കർമ്മഫലങ്ങളുടെ ശിക്ഷയാണ്. ആളുകൾ പറയില്ലേ അച്ഛൻ നല്ല ശീലങ്ങളും സംസ്കാരവും പഠിപ്പിച്ചില്ലാന്ന്. ഇപ്പോഴുണ്ടല്ലോ, അവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. അമ്മയുണ്ടായിരുന്നെങ്കിൽ സംസ്കാരം പഠിപ്പിക്കായിരുന്നു. അമ്മയില്ല, അപ്പൊ ശരിക്കുള്ള സ്വഭാവം കാണിക്കാലോ. സംസ്കാരവും മര്യാദയും നിങ്ങളുടെ അമ്മയെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിലെ നല്ല തല്ല് തന്ന് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അഹങ്കാരിയാവില്ല. നമ്മളെ എല്ലാവരെയും നാണം കെടുത്തിട്ട് ഇറങ്ങി പോയവളാ ഇവള്. ഇനി മേലാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇനി നീ അവളുടെ പേര് ഉച്ചരിച്ചാൽ ഈശ നിക്ക്.
സീറ്റ് ബെൽറ്റ് ഇടും. സംസ്കാരവും മര്യാദയും നിങ്ങളുടെ അമ്മയെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിലെ നല്ല തല്ല് തന്ന് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അഹങ്കാരിയാവില്ല. സോറി. നീ എന്താ പറഞ്ഞേ? ഞാൻ ശരിക്കും കേട്ടില്ല. സോറി. നീ ശരിക്കും സോറി പറഞ്ഞതാണെങ്കിൽ നിനക്ക് ഇച്ചിരെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നീ പ്രോമിസ് ചെയ്യും. നീ നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്റെ അച്ഛനോട് പറയും. നീ ഒരു ഒന്നാം തരം ഗുണ്ടയും ചതിയനും ആണെന്നും എനിക്ക് ഈ പണി പറ്റില്ലെന്നും ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും. ഇതെനിക്കൊരു ജോലി മാത്രമല്ല സാർ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്ത് ആപത്തുണ്ടായാലും അതിൽ നിന്നെല്ലാം ഞാൻ തന്നെ രക്ഷിക്കണം. എന്ത് ഉത്തരവാദിത്വമാണോ എന്നെ ഏൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നോട്ട് മറന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഇതാണോ കാര്യം? നീ നോക്കിക്കോ, നിന്റെ മാമൻ തന്നെ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്തായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? വണ്ടി വേണ്ട 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 വേണ്ട. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇപ്പൊ രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛൻ നിയമിച്ച വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? ആ, എന്തോ ആവട്ടെ, അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. നിനക്കറിയോ, എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയതേ ഉള്ളൂ. അച്ഛൻ വല്ലാത്ത പുകില വീട്ടിൽ കാണിച്ചേ. അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ മുറിവുമായിട്ട് നിന്നെ എന്തായിരിക്കും ചെയ്യാ? നിന്നെ തല്ലി തല്ലി ജോലി പുറത്താക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഈ ജോലിന്ന് പുറത്തു പോവാൻ. അപ്പൊ നീ സമ്മതിച്ചില്ല. അനുഭവിച്ചോ? നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ട പോലെ തോന്നി. സാധാരണ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരോട് പറയത്തില്ലേ, മുന്നിലിരിക്കുന്നവരോട് മാസ്ക് ധരിക്കാൻ പറയുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് മാസ്ക് ധരിക്കുക. അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ ചെയ്തത്. ഒരു മിനിറ്റ്. രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛന്റെ വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്തിനും തികഞ്ഞ ഒരു താന്തോന്നിയോടാണ് തന്റെ ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾ. അതും ഗുണ്ടായുസത്തിൽ ഡിഗ്രി എടുത്ത് PhD എടുത്ത് സൂരജ് എന്ന എന്നോട്. പിന്നെ എന്റെ ജോലി ഒരൊറ്റ കാരണം കൊണ്ടേ പോത്തു. ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്റെ അച്ഛൻ തന്നെ ഉറപ്പായും ഒരു മുറിയിൽ അടച്ചിട്ടു. പിന്നെ തനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. പിന്നെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യവുമില്ല. മനസ്സിലായോ? അച്ഛൻ മോളെ, നിനക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. സർ, നന്നായി മോളെ നീ എനിക്ക് മെസ്സേജ് അയച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് എങ്ങനെ അറിയുന്നേ?
സൂരജ്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? മറുപടി പറയാൻ. അച്ഛാ അത് സാർ, അത് വണ്ടിയുടെ കുറുകെ ഒരു കാട്ടുപൂച്ച ചാടിയത്. പെട്ടെന്നെടുത്ത് വണ്ടിയുടെ ഇടയിലേക്ക് ചാടിയതുകൊണ്ട് എനിക്ക് കാണാനും പറ്റില്ല സാർ. ഞാൻ മാക്സിമം ശ്രദ്ധിച്ചാ ഓടിച്ചത്. പക്ഷേ ശ്രദ്ധിച്ചു പോലും അശ്രദ്ധ കാണിക്കാനല്ല ഞാൻ നിന്നെ ജോലിക്ക് വെച്ചത്. എന്റെ മോളുടെ ജീവൻ സംരക്ഷിക്കാനാ നിന്നെ അവളുടെ ബോഡി ഗാർഡാക്കിയത്. ആക്ച്വലി അച്ഛാ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അച്ഛാ. ഒന്നും ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു. സോറി അച്ഛാ. നോക്കുമോളെ, ഇവനുണ്ടല്ലോ, ഇവന് അവന്റെ ജോലി നന്നായിട്ട് അറിയാം. അവന്റെ ജീവൻ കൊടുത്ത് നിന്നെ അവൻ രക്ഷിക്കും. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ പൂർണ്ണമായും സുരക്ഷിതയാണ്. പിന്നെ കാട്ടിലെ പൂച്ചകളെ നേരിടാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം, കേട്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇവന്റെ ജോലിയെ തടസ്സപ്പെടുത്തരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം. വാമോ. നീ എന്നെ ഇന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിന്റെ താന്തോന്നിയുടെ മുഖം ഞാൻ വലിച്ചു കീറും. ഞാനും എന്റെ പപ്പയുടെ മകളല്ലേ. മുത്തശ്ശി, എനിക്കത് നല്ല പേടിയുണ്ട്. നീ അവിടെ ഇരിക്ക്. പൂജാരി പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ പ്രവചനം ഒരിക്കലും മാറില്ല. നീ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ പെട്ടെന്ന് തന്നെ നിനക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും. മുമ്പത്തെ പോലെ തന്നെ അവൾ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം നമുക്ക് ഒന്നിൽ നിന്ന് ഒരു പ്രയോജനം നേടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പോയി നിന്റെ ജോലി നോക്കടി. രാമ 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 രാമ. രാമ 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 രാമ. ഗുണ്ട താന്തോന്നി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈശ, ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു? ചേട്ടത്തി, അത് കാർ ആക്സിഡന്റ് ആയി. എല്ലാ ഗുണ്ട കാരണോ? ചേട്ടത്തി, എനിക്ക് ആ ഗുണ്ടയെ കൂടെ കൊണ്ട് നടക്കാൻ വയ്യ. മുഴുവൻ ദിവസം എന്റെ കൂടെ തന്നെ നിക്കാ. ക്ലാസ്സിൽ പോയാ, ക്യാൻറ്റീനിൽ പോയാ, വാഷ്റൂമിൽ പോയാ പോലും അവിടെ തന്നെ നിക്കുവാ. ചേട്ടത്തി, ചേട്ടനോട് ഒന്നും പറയാവോ? അച്ഛനോട് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാം. ഒരു കാര്യമില്ല ചേട്ടത്തി. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ഈ വീട്ടിൽ അച്ഛന്റെ തീരുമാനത്തിനെതിരായി ആർക്കും ഒന്നും പറയാൻ പറ്റില്ലെന്ന്. നമ്മൾ എന്ത് ചെയ്യാനാ? ഇവിടെ അതേ നടക്കൂ. അച്ഛൻ തീരുമാനിക്കുന്നത് മാത്രം. വിഷയം ഫീസിന്റെ അല്ല മനോഹർജി. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. വകുപ്പ് വേറെയാണ്. നമുക്ക് 2 ദൃക്സാക്ഷികളോട് വേണ്ടി വരും. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ബെയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. രാവിലെ 10 മണിക്ക് കോടതിയിലേക്ക് വരൂ. ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്ന. 354. അത് സെക്ഷൻ 354 നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് അല്ലേ? ഈ സെക്ഷന് മെഡിക്കൽ ഗ്രൗണ്ട്സിലല്ലേ കോടതി ബെയിൽ അനുവദിക്കത്തുള്ളൂ. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വലിയ ഹോസ്പിറ്റലിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ആഹാ, ബ്രില്യന്റ്. ദാ ഇത് നന്നേക്ക്. നീ എന്തിനാ നിൽക്കുന്നത്? ഇരിക്കെ, അവിടെ ഇരിക്കെ. ചേട്ടത്തി, ഫോൺ ഇവിടെ മറന്നു വെച്ചോ? ഞാനിത് എങ്ങനെയാ മറന്നത്? എന്റെ സ്വന്തം വീട്ടിൽ ഏറ്റവും നല്ലൊരു വക്കീലുണ്ടെന്ന് ഞാൻ എങ്ങനെ മറന്നു? ഗുലാബ് സിംഗിന്റെ മകൻ അനുരാഗ് സിംഗിന്റെ ഭാര്യ ഇത്രയും ഒരു ബ്രില്യന്റ് ആയിരുന്നോ? വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടുകാർ അവരുടെ പ്രാക്ടീസ് നിർത്തിവെച്ചു. ഇല്ലെങ്കിൽ നീയും അനുരാഗിനേക്കാൾ മുന്നിലെത്തിയേനെ. അതങ്ങനെയല്ല ഏട്ടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? നീ എല്ലാവരുടെയും മുന്നേ എന്നെ തരം നടത്താൻ നോക്കുന്നോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ജോലി ഈ വീടിനൊരു അവകാശം തരിക എന്നതാണ്, അല്ലാതെ ഭർത്താവിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ളതല്ല. മനസ്സിലായോ? അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഞാൻ നിങ്ങളെ സഹായിക്കാൻ നോക്കിയതാ. അല്ലാതെ ചേട്ടത്തി, ഈശ നോക്കടി,
നിന്റെ ഏട്ടൻ എന്നെ എങ്ങോട്ടും വിടാതെ ഇവിടെ പിടിച്ചിരുത്തുക. അതിനെന്താ ചേട്ടത്തി, ആളുകൾ സന്തോഷം കൊണ്ട് തലയിൽ വെക്കുന്നു, പിന്നെ ആ ചേട്ടത്തി വേറെ കസേരയിലല്ലേ. ചേട്ടത്തി ചേട്ടനോട് സംസാരിച്ചോ? ഇല്ല. എന്തിനെ കുറിച്ച്? ചേട്ടാ, അച്ഛനോട് സംസാരിച്ച് ഈ ഗുണ്ടയെ ഒന്ന് മാറ്റി തരാവോ പ്ലീസ്? ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂറും ഇങ്ങനെ ഒരു ഗുണ്ട, അതും ചേട്ടന്റെ സഹോദരിയുടെ കൂടെ. ആ കാര്യത്തിൽ നീ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പിന്നെ അത് അച്ഛന്റെ വിശ്വാസത്തിലാണ്. അത് മാത്രമല്ല, മറ്റുള്ള ആൺകുട്ടികളെ പോലെ അല്ല അവൻ. അവനൊരു ബ്രഹ്മചാരിയാണ്, യഥാർത്ഥ ബ്രഹ്മചാരി. ആഹാ, ബ്രഹ്മചാരിയോ? നീ നോക്കിക്കോ, ഞാൻ നിന്നെ ജോലി ഓടിക്കുന്നത്. ബിന്ദു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നീ പായസം വെച്ചില്ലേ? എടുത്തോട്ടോ. ഇല്ല, ഞാനത് അപ്പൊ തന്നെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞു. നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്ക്, അങ്ങേരുണ്ടാക്കി തരും പായസം. ഇനി നീ എന്തിനാ അച്ഛനെ ഇതിന്റെ ഇടയ്ക്ക് വലിച്ചടക്കുന്നത്? എനിക്കറിയാം, നീ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എടുത്തോട്ടോ. ഇവിടെ പായസം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ അറിയാം. നീ എന്ത് വിഷം ഉണ്ടാക്കിയാലും അത് നീ സൂരജിനെ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് നീ കളിക്കാൻ ചെന്ന് എടുത്തിട്ട് ചെല ചെല ചെല. അതെ, കാശ് മുഴുവൻ ഇപ്രാവശ്യവും പാലിനും കറണ്ടിനും അടച്ചു തീർത്തു. ഇനി നിന്റെ സ്വർണ്ണം എന്തെങ്കിലും തന്നാലേ കാര്യങ്ങൾ നടക്കൂ. അതെ, സോറി കേട്ടോ. നീ എല്ലാ പ്രാവശ്യവും എന്താ ചെയ്യുന്നത്? ചേട്ടാ, 5000 രൂപ കടം കിടക്കുന്നു, പാല് പോലും തരില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യും? അതെ, നീ ഒന്നും മനസ്സിലാക്ക്. കറണ്ടിന്റെ കാര്യം അങ്ങനെയല്ല. അവരൊക്കെ സർക്കാർ ജോലിക്കാരാണ്. കറണ്ടിന് പൈസ അടച്ചില്ലേ അവരൊന്ന് മീറ്റർ എടുത്തുള്ളൂ. എന്ത് ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. സൂരജ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. പാൽക്കാരന്റെ കാശും പിന്നെ കറണ്ട് ബില്ലും ഞാൻ തന്നെ അടച്ചോളാം. ഓക്കെ? അയ്യോ, വേണ്ട 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 വേണ്ട. അമ്മാവൻ അറിഞ്ഞ ചായ പോലും വേണ്ടെന്ന് പറയും. വേണ്ട വേണ്ട. സൂരജിനെ നമ്മൾ പിന്നും ബുദ്ധിമുട്ടിപ്പിക്കുക. ഇത് 6000 രൂപയുണ്ട്. ഇത് വെച്ച് ബില്ലടയ്ക്ക്. അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ പറയരുത്, ഈ കാശ് ഞാൻ തന്നെയാണ്. ഓക്കെ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എല്ലാ പ്രാവശ്യവും അനിയന്റെ ഇങ്ങനെ മേടിക്കുന്നത് ശരിയായ കാര്യമില്ല. വേണ്ട വേണ്ട, ഇത് കൊടുത്തേക്ക്. ഇത് വെച്ചേക്ക്. ഞാനും നിങ്ങളുടെ അനിയനല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ സ്വന്തമല്ലേ, എന്റെ അനിയനല്ലേ. അതെ, സ്വന്തം കരുതി മനസ്സോടെ ഈ പൈസ വാങ്ങിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു നല്ല വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടാവശ്യത്തിന് ഒരു സഹായമെങ്കിലും ആവും. ഇപ്പൊ തന്നെ വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാ. അല്ല ചേട്ടാ? അതെ, തീർച്ചയായിട്ടും. വീട്ടു സാധനം മേടിക്കാനും ഇപ്പൊ തന്നെ വീണ്ടും അനിയനോട് ചോദിക്കുന്നതും വാങ്ങുന്നതും അത്ര ശരിയല്ല. പറയാനുള്ള വിഷമം കൊണ്ടാ ഇങ്ങനെ നിക്കുന്നത്. അറിയില്ല എന്ത് ചെയ്യുമെന്ന്. നീ എന്തായി ചെയ്യുന്ന സൂരജ്? സ്വന്തമായിട്ട് സമ്പാദിച്ച കാശ്. പിന്നെന്താ, വാ പോവാ. സന്തോഷമായോ? ആരൊക്കെ എന്റെ കൂടെ പായസം കഴിക്കാനുണ്ട്? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. വാ. ഇന്നും അവൻ എന്നെ ഒഴിവാക്കി ജാനകിയമ്മ. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, അവനെ ഞാൻ എന്റെ അടുത്തിരുത്തി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അവനെ കൊണ്ട് കഴിപ്പിക്കും. നോക്കിക്കോ, ബ്രഹ്മചാരി പേരും പറഞ്ഞ് ഇവൻ എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടുന്നു. നീ ഇങ്ങനെ തന്നെ നിന്റെ പ്രണയത്തിന് വിശ്വസിക്കേ. പ്രണയത്തിന് ഭയങ്കര ശക്തിയാ മോളെ. വലിയ വലിയ കല്ലുകൾ പോലും ഉരുകി പോകുന്നു. ഇവൻ ചെറിയൊരു മനുഷ്യനല്ലേ, അത്ര തന്നെ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ.
പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആന്റി, അവൻ അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവനെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോയി അവനെ കൊണ്ട് താലിയും കെട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. വാ, എന്നാൽ ഞാനായിരിക്കും ലോകത്തിലെ ആദ്യത്തെ ഇങ്ങനെ ഒരു അമ്മായിയമ്മ മരുമകൾ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നത്. ശരി ശരി, ഇതിന് സന്തോഷത്തില്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഓ, ദേ ഒരെണ്ണം കൂടെ തന്നെ, പെട്ടെന്ന് പെട്ടെന്ന്. റെഡി? നിനക്ക് ഉറപ്പുണ്ടോ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവോ? തീർച്ചയായിട്ടും നടക്കും. നീ മിണ്ടാതെ നോക്ക്. വലിയ വലിയ മുനിമാരുടെ തപസ് ഇളകിയിട്ടുണ്ട്. പിന്നെ ഈ ബ്രഹ്മചാരി ആരാ മയങ്ങാതിരിക്കാൻ? അവൻ വലിയ കൗശലക്കാരനാ, നീ സൂക്ഷിച്ചിടപെടണം. മാനേജ്, പിന്നെ ഞാനും കൂടെ ഉണ്ടല്ലോ അവിടെ. ഡോണ്ട് വറി. ഇനിയാണ് കളി. ബ്രഹ്മചാരി. നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവാ? എവിടെയാണോ ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നത് അവിടേക്ക്. മുകളിലേക്ക് പോകുന്ന കാര്യമില്ല, വാഷ്റൂം പോകുന്ന കാര്യം. എങ്കിൽ ഞാൻ പോട്ടെ. സൂക്ഷിച്ചു ബ്രഹ്മചാരി, വരുന്നുണ്ട് കന്യാകുമാരി. ഓ നോ, എനിക്ക് ഐ ആം സോ സോറി. ആക്ച്വലി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. അപ്പോൾ ഞാൻ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താക്കോൽ ഇവിടെ എവിടെയോ മിസ്സായിരിക്കുമോ? പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് നോക്കാൻ സഹായിക്കാമോ? പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഇവിടെ എവിടെ തന്നെ വീണത്. ശരി. ഒരു പക്ഷേ അവിടെയാണെങ്കിലോ? നമ്മുടെ പ്ലാൻ എല്ലാം നന്നായി വർക്ക്ഔട്ട് ആവുന്നു. സോറി, സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് വീണ് പോയതാ. അല്ലേലും ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തായാലും നന്നായി. താക്കോല് കളഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാതെ മിണ്ടാതങ്ങ് നടന്നു പോവില്ലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ക്ലാസ് റൂമിൽ നോക്കിയായിരുന്നു. ചിലപ്പോ കാണുമായിരിക്കും, പക്ഷേ ക്ലാസ് കഴിഞ്ഞു കാണും. ക്ലാസ്സിലാണെങ്കിൽ ആരും കാണത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാനും പേടിയാണ്. നിങ്ങളും കൂടി വരുമോ എൻ്റെ ഒപ്പം? ശരി, വാ, നടക്കും. എനിക്ക് തീർച്ചയായും അറിയായിരുന്നു ഇവനൊരു കള്ള ബ്രഹ്മചാരിയാണ്. നീ എന്നെ വെല്ലുവിളിക്കുന്നേ? ഇപ്പൊ നോക്കിക്കോ, ഞാനിത് അച്ഛന് മാത്രമല്ല കാണിക്കാൻ പോകുന്നേ, മൊത്തം സോഷ്യൽ മീഡിയയിലിട്ട് നിന്നെ നാണം കെടുത്തും. വാതിൽ തുറക്ക്, ദയവായി വാതിൽ തുറക്ക്. അടുത്ത തവണ നിന്റെ ബുദ്ധിയിൽ ഉദിച്ചതുപോലെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാൽ അമ്മയെ കാണുന്ന പവിത്രതയിലാണ് ഞാൻ സ്ത്രീകളെ കാണുന്നത്. നിന്റെ കണ്ണിൽ ഞാൻ ആരോ ആവട്ടെ, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ബ്രഹ്മചര്യമാണ് എന്റെ തിരിച്ചറിവും എന്റെ ഗുരുത്വവും. ഇനി നീ ഇത്തരം കുബുദ്ധിയുമായി എന്റെ അടുത്തേക്ക് വരരുത്. ഇത് മനുഷ്യനാണോ അത് കാന്തോണോ? വിട്ടുപോകാൻ ശ്രമിക്കുന്നവർ ഒട്ടി ഒട്ടി വരുവാണല്ലോ. പക്ഷെ ഞാൻ ഒട്ടി പിടിക്കില്ല.
വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ എന്നേക്കുമായി നിന്റെ അച്ഛൻ നിന്നൊരു മുറിയിൽ അടച്ചു. അതെ അതെ ശരി ആയിക്കോട്ടെ, ഭഗവാന്റെ ഇഷ്ടം, അല്ലാതെ എന്ത് പറയാനാ. അതെ, നമുക്ക് നാളെ തന്നെ കണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം തന്നെ കുട്ടികളുടെ മോതിരമാറ്റം അങ്ങ് നടത്താം. ആ, അതെ അതെ, എന്നാ ശരി, വെക്കട്ടെ. അമ്മേ, പയ്യൻ എത്ര വരെ പഠിച്ചു? പാക്കേജ് എത്രയുണ്ട്? ഏത് ഫോണാ കയ്യിലുള്ളത്? പയ്യൻ നല്ല സ്വഭാവക്കാരനോ അല്ലയോ? അച്ഛനമ്മമാരെയൊക്കെ ബഹുമാനിക്കുന്നവനാണല്ലോ. അമ്മേമ്മേ, കല്യാണത്തിന് ഒരുപാട് ചെലവൊന്നും വരത്തില്ലല്ലോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നിങ്ങളുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം. പയ്യനെ MA പാസ്സായവനാ. 90,000 രൂപയായി ഇപ്പൊ ശമ്പളം വാങ്ങുന്നേ. പിന്നെ അവന്റെ കയ്യിൽ 2 ഫോണുകളാ ഉള്ളത്. പിന്നെ സംശയം വേണ്ട, നല്ല സംസ്കാരമുള്ള പയ്യനാ. അത് മതി. പിന്നെ അവസാനായിട്ട് നീയും കൂടെ കേട്ടോ. അറിയാലോ, നെയ്യില്ലാതെ വിളമ്പുന്ന സദ്യ സദ്യ ആവില്ല. ഇവിടെ നിന്റെ നാത്തുവിന്റെ കല്യാണ കാര്യം നമ്മൾ ഇവിടെ സംസാരിക്കുന്നേ. ഇതിനിടെ കയറി നീ വല്ല കുരുത്തക്കേടും പറഞ്ഞ നിന്റെ തോലുരിച്ച് ഞാൻ വെയിലിട്ടിട്ടുണ്ട്. ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നോ? എവിടെ നാടി ഇത്രയും പൈസ? ഇത് വെച്ചോ, ഞാൻ പുറത്തുനിന്നുള്ള ആളൊന്നുമല്ല. ഭഗവാൻ രക്ഷിച്ചു. റേഷൻ കടയുടെ ചെലവും ഇലക്ട്രിക് ബില്ലും കൂടെ കഴിഞ്ഞാ കുറച്ച് പൈസ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് പയ്യൻ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെടാതെ നിക്കാം, അല്ലേടി? അമ്മേ, നാളെ അവര് വരുന്ന സമയത്ത് ചിറ്റപ്പനോടോടെ നിക്കരുത്, എങ്ങോട്ടേലും ഒന്ന് മാറി നിക്കാൻ അമ്മ പറഞ്ഞേക്കണേ. ആ, നിനക്ക് എന്താണ് തലയ്ക്ക് വല്ല വട്ടുണ്ടോ? ദേ, ഒരു കാര്യം മനസ്സിലാക്കിയോ, മുതിർന്നവരുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു ബന്ധവും പച്ച പിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല റിയ, അച്ഛൻ എപ്പോഴും നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നത്. ആവൂ എന്റെ ഭഗവാനെ. ഞാൻ നിങ്ങളെ ഇപ്പോ ഈ നിമിഷം തന്നെ 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. പിന്നെ ഈ 4 ദിവസത്തെ ശമ്പളവും നിങ്ങൾക്ക് കിട്ടില്ല. ആ ഗുഡിയ പെണ്ണിന്റെ അഹങ്കാരം കാരണം 4 ദിവസം ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങാമായിരുന്നു. നാശം പിടിച്ചവള്. അവളെ കെട്ടാൻ പോകുന്ന ആരാണെങ്കിലും അവന്റെ കാര്യം കട്ട പുക തന്നെ ആയിരിക്കും. നാശം പിടിച്ച സന്തതി. എന്റെ പാദസരം, അയ്യോ, അത് എവിടെ പോയി? പാദസരം എവിടെ പോയി? മുത്തശ്ശി, അതിപ്പോ ഇവിടെ എവിടെയെങ്കിലും കാണാം. പ്രായമായ പെൺകുട്ടിയുടെ പാദസരം എങ്ങനെ കളഞ്ഞു പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അല്ല മുത്തശ്ശി, അങ്ങനൊന്നും അല്ല. തർക്കുത്തരം പറയാ നീ എന്നോട്? നീ പറയുന്ന വാക്കിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, കളഞ്ഞുപോയ പാദസരം 1 മണിക്കൂറിനുള്ളിൽ കിട്ടു, നോക്കിക്കോ. അല്ലെങ്കിൽ ഞാനിത് നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അറിയാലോ, നീയായി നിന്റെ അച്ഛനായി.
പോയി? നാളെ അങ്ങോട്ട് പോകുമ്പോൾ കൊടുത്തേക്കാം. ഇത് എവിടെ പോയി കിടക്കുക? ഇനിയിപ്പോ പുറത്തെങ്ങാനും. ആ മഞ്ഞ ബെഡ്ഷീറ്റ് എവിടെയാ വെച്ച്? ഈ അമ്മയാണെങ്കിൽ എപ്പോ നോക്കിയാലും അത് ചെയ്യുന്നും പറഞ്ഞ് പണി നീ തന്നോണ്ടിരിക്കും. മോളിൽ നോക്ക്. മുറുക്കി പിടിച്ചോണേ. ആ പിടിക്കാന്നേ. പ്രിയ ദാ ഇവിടെയുണ്ട്. ഇനി ശരിക്കും അത് കിട്ടാതിരുന്നാലോ? അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കിതെല്ലാം ഗുലാബിനോട് പറയേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഈ പാദസരയില്ലെങ്കിൽ പിന്നെ കേക്കണ്ടല്ലോ നിന്റെ ചിൽച്ച്. അയ്യോ, ഒന്ന് വേഗം ഫോൺ എടുത്തേ. ഈ ചെറുക്കൻ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ, അതെ, എന്റെ പാദസരം എവിടെയോ കളഞ്ഞു പോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. What? ഒരു പെൺകുട്ടിയുടെ പാദസരത്തിന് വരെ നിന്റെ ബ്രഹ്മചര്യത്തിന് ദഹിപ്പിക്കാൻ പറ്റുമോ? നീ എന്നെ എത്ര വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നെന്ന് അറിയോ? നീയേ കരുണയില്ലാത്ത ബ്രഹ്മചാരിയാ. ഒരു പെൺകുട്ടിയുടെ വിഷമം പോലും മനസ്സിലാവില്ല. ഇത് തന്നെയാ നല്ലത്. അത് ഇവിടെ തന്നെ കിടക്കട്ടെ. അയ്യോ, മുത്തശ്ശി എങ്ങനെ അച്ഛനോട് പറഞ്ഞ ഞാൻ ഇനി എന്ത് ചെയ്യും? അതിനു മുമ്പ് അച്ഛനോടുള്ള കാര്യം പറയുന്നതാ നല്ലത്. ആ ഭീകരനായ ബ്രഹ്മചാരിയെ എല്ലാം എടുത്തെന്ന്. പക്ഷേ അച്ഛൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ? എന്തൊരു പുലിവാല ഞാൻ പിടിച്ചേ. ഞാൻ ഇനി എന്ത് ചെയ്യും? അയ്യോ, എന്താ? നീയോ? ഇത് ആരുടെ പാദസരമായിരിക്കും? ഇത് ശരിക്കും സെയിം ടു സെയിം ആണല്ലോ. നീ പാദസരത്തിന് വേണ്ടി വിഷമിക്കായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മെസ്സേജ് ഞാൻ ഫോണിൽ കണ്ടതേ ഉള്ളൂ. അപ്പൊ തന്നെ ചെന്ന് എന്റെ ഫ്രണ്ടിന്റെ കട തുറപ്പിച്ചു. എന്നിട്ട് ഇത് തപ്പി എടുത്തോണ്ട് വന്നതാ. ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. റോഹൻ, ഇതെല്ലാം ഓക്കെ, പക്ഷെ നീ ഇതുവരെ വരണ്ടായിരുന്നു. നോക്ക്, എനിക്ക് ഇനി അച്ഛനോട് കള്ളം പറയാൻ പറ്റില്ല. അതിനിപ്പോ നമ്മുടെ ബന്ധത്തെ കുറിച്ചായാലും ശരി. കൂടാതെ 2 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ആ നാശം പിടിച്ച ബോഡി ഗാർഡ് കാരണം നമ്മൾ കണ്ടിട്ട് ഇപ്പൊ തന്നെ 2 ദിവസമായി. ഈ 2 ദിവസം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ഇങ്ങനെ വൈകിക്കാൻ പാടില്ല. ഞാൻ നാളെ തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയുമ്പോൾ നീയും അതുപോലെ ചെയ്യണം. ശരിക്കും? ശരി, നാളെ വൈകുന്നേരം അച്ഛൻ ഡൽഹിയിൽ നിന്ന് എത്തും. നാളെ വൈകിട്ട് പ്ലേ ഉള്ളതല്ലേ, എല്ലാം കഴിഞ്ഞ് അച്ഛൻ സ്വസ്ഥമായിരിക്കുന്ന സമയം ഞാൻ പറയും. എന്നാലേ നീ വേഗം പൊക്കോ. ആരെങ്കിലും കണ്ടാ പിന്നെ പ്രശ്നമാവും. പൊക്കോ പൊക്കോ.
ഈ നേരത്തെ വീടിന് പുറത്ത് നീ എന്തെടുക്കാൻ പോയതാ? എന്താ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന്? പാദസരം. പാദസരം പുറത്തുനിന്ന് കിട്ടി. ഇത് നിനക്ക് വീടിന് പുറത്ത് കിടന്ന് കിട്ടിയതാണോ അതോ അവൻ എടുത്തോണ്ട് പോയതാണോ? അവന്റെ അടുത്ത് ചെന്നിട്ടാണല്ലോ ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചത്. അയ്യോ അല്ല മുത്തശ്ശി. മരിച്ചു മോളിൽ നിൽക്കുന്ന അമ്മയെ വിളിച്ച് സത്യം ചെയ്. അവളെയല്ലേ നീ നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്? ഇത് നിനക്ക് ശരിക്കും വീട്ടിന് പുറത്തുനിന്ന് കിട്ടിയതാണോ? എന്താ മുത്തശ്ശി? ഒരു പാദസരത്തിന്റെ പേരും പറഞ്ഞ് ആ പാവത്തിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? മുത്തശ്ശി, അവള് നിങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലേ? കൊച്ചുമോളാ മോനെ, നിന്നെ പോലെ കൊച്ചുമകനല്ല. നാട്ടുകാരെന്ന് പേടിയില്ലെങ്കിലും എനിക്കിവളുടെ വിധിയെ കുറിച്ച് പേടിയുണ്ട്. കാരണം ഇവളും ഇവളുടെ ഓടിപ്പോയ തള്ളയെ പോലെ അതേ വഴി സ്വീകരിച്ചാലോ? രാമ 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 രാമ. ഞാൻ എല്ലാരും പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ മൂത്ത മോള അതിഥി. വളരെ നല്ല സ്വഭാവം. പിന്നെ ഇദ്ദേഹമാണ് ഞങ്ങളുടെ മരുമകൻ അനിൽജിത്ത്. വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വലിയ ഓഫീസറാ. അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും കുറവായിരിക്കും. ഞാൻ രാവും പകലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമാ, എന്റെ റിയമോൾക്കും കൂടി ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണോന്ന്. അല്ല, നിങ്ങൾ പലഹാരമൊന്നും എടുത്തില്ലല്ലോ. ഇതിവിടെ വലിയ ഫേമസാ. എടുക്കൂ, കഴിക്കൂ. ഏതുവരെ പഠിച്ചു മോളെ? അത് BA ഞാൻ പാസ്സായി. MA ചെയ്യാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. പഠിത്തം മാത്രമല്ലാതെ വേറെന്തൊക്കെയാ ഹോബി? അത് പിന്നെ കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റോ? ഫാഷന്റെ കാര്യത്തിൽ ഇവൾക്ക് ഭ്രാന്ത. സകല കാര്യങ്ങളും അറിയാം. അളക്കല്, മുറിക്കല്, തുന്നല് എല്ലാം. അതെ, നമ്മുടെ മോന് ഒട്ടും മോശമല്ല കേട്ടോ. പലാസിയ സ്ക്വയർ സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ് എന്റെ മകൻ. ഞങ്ങളുടെ വീട്ടിലെ ഏക ആൺതരിയാണ് ഇവൻ. പിന്നത്തെ കാര്യം ജീവിക്കാനുള്ള വകയുണ്ടെന്ന് വെച്ച് വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം അവൻ ജോലിക്ക് പോകുന്നത്. അല്ല, ഇപ്പഴും നിങ്ങൾ മധുരം ഒന്നും കഴിച്ചില്ലല്ലോ. അയ്യോ വേണ്ട ഏട്ടാ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ മധുരം എന്തെങ്കിലും കഴിക്കൂ. എന്നാൽ പറയൂ. നോക്കൂ, ഞങ്ങള് മെഴ്സിഡസോ BMW ഒന്നും അല്ല ചോദിക്കുന്നത് കേട്ടോ. ഒരു ബൈക്ക് കിട്ടിയാ മതി. അതും ഇവന്റെ നിശ്ചയത്തിന് വേണ്ടി മാത്രം. പിന്നെ എന്റെ മകൻ ബൈക്കിൽ ചെത്തി വരില്ലേ, അതിന്റെ പിറകിൽ നിങ്ങളുടെ മകൾ മഹാറാണിയെ പോലെ ഇരിക്കില്ലേ? ആ, നിങ്ങൾ പറയുന്നത് ശരി തന്നെ. കുടുംബമായിട്ടുള്ള യാത്രകളൊക്കെ നല്ലതാ അല്ലേ? ബൈക്കിന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ ചെറിയ വീഴ്ച വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ പെങ്ങളെ നന്നായി ശ്രദ്ധിച്ചോണം. അതിൽ ചെറിയൊരു വീഴ്ച വന്നാൽ പോലും ഞാൻ സഹിക്കില്ല. ഏട്ടാ, എനിക്ക് കല്യാണത്തിന് സമ്മതമേ. കലക്കിയല്ലോ. ഇനിയെങ്കിലും ഇത് വാങ്ങിക്കൂ ചേട്ടാ, മധുരം തുണയൂ. അനിയ,
നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾ ചെറുക്കനെ കൊണ്ടുവന്നത് കെട്ടിക്കാനാണോ അത് വിൽക്കാനോ? വിലപേശി വിൽക്കാനാണെങ്കിൽ വല്ല മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്ക്. ഇത് കുറച്ച് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലവും മാന്യത ഉള്ളവരുടെ വീടുമാണ്. എന്താ ഇത്? നിങ്ങളൊക്കെ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണ്. അമ്മേ, ഇത് സ്ത്രീധനമല്ല, ഗിഫ്റ്റാ. ഒരു ചേട്ടൻ സ്നേഹത്തോടെ അനിയത്തിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഓ, കൊള്ളാം 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 കൊള്ളാം, ഗംഭീരം. നീ നാട്ടിലുള്ളവരുടെയൊക്കെ ചേട്ടനായിരിക്കും. ഈ നാട് മുഴുവൻ നിന്നെ സൂര്യചേട്ട എന്നല്ലേ വിളിക്കുന്നത്. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വല്ലതും നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിപ്പം വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. പിന്നെ നിന്റെ ആത്മാഭിമാനമൊക്കെ എവിടെ പോയി? ചെറുപ്പമാണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്, എന്നിട്ടും പെണ്ണിന്റെ വീട്ടുപടിക്കൽ വന്ന് നിന്ന് പിച്ചതുണ്ട്. നാണമില്ലേ നിനക്ക്? നീ ഇവിടെ ഒന്ന് ഇരുന്നേ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന്മാർക്ക് വീണ്ടും വേണം വീണ്ടും വെള്ളം വേണം. കുടിക്കാൻ എടുക്ക. ആ ബൈക്കിന്റെ താക്കോൽ അവന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഇനി അത് ചോദിക്കണ്ട, അല്ലെങ്കിൽ അവൻ തോന്നുമ്പോ കഴുത്തിന് കത്തി വെച്ചെന്ന് വരും. പിന്നെ ഒരു കാര്യം സാറേ, ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുത്ത അതേ സ്നേഹത്തോടെയാ. ഞങ്ങളും നിങ്ങളും ഒക്കെ സ്വന്തം മക്കളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയിരിക്കുന്നത്. എന്നിട്ടും മകന്റെ കല്യാണത്തിന് വേണ്ടി സ്ത്രീധനം വാങ്ങണമെന്ന് എവിടെ നിന്ന് പഠിച്ചതാ? ഇതുപോലെ സ്ത്രീധനം കൊടുത്തു വരുന്ന പെൺമക്കളുണ്ടല്ലോ, അവരൊക്കെ അവസാനം അമ്മായി അമ്മമാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. ഇതിരി കടന്നുപോയി ജാനകി. ഞങ്ങൾ ഇവിടെ അപമാനിക്കപ്പെടാൻ വേണ്ടിയല്ല വന്നത്. ചേട്ടാ, അത്യാവശ്യം കൊടുക്കൽ വാങ്ങലൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളുടെ ഭർത്താവിന്റെ ഈ അനിയനുണ്ടല്ലോ, ഇയാള് നിങ്ങളുടെ മോളെ ഈ ജീവിതകാലം മുഴുവൻ തളച്ചിടുകയുള്ളൂ. നോക്കിക്കോ. ഇനി ഇത് കേട്ടോണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല. ഒന്ന് വന്നേ. നിക്ക്. അതെ, നിക്ക്. നമുക്കൊന്ന് സംസാരിക്കാനേ. അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അനിയ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നാടിനും നാട്ടുകാർക്കും അനുസരിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? അത്യാവശ്യം കൊടുക്കലും വാങ്ങലും ഇല്ലാതെ നല്ലൊരു ചെറുക്കനെ കിട്ടും. നല്ല പയ്യനാണെങ്കിൽ ചേട്ടത്തെ അവൻ ഒരിക്കലും സ്ത്രീധനം വേണമെന്ന് പറയില്ല. നമ്മുടെ മൂത്ത മരുമകനെ നോക്ക്, അവൻ ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെയല്ലേ നമ്മുടെ മോളെ കല്യാണം കഴിച്ചത്. എന്ന് വെച്ച് ഇതുപോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ റിയയ്ക്ക് അടുത്ത ജന്മം വരെ കാത്തു നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ഗുണ്ട കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശ് വാങ്ങി അവരെ വായിൽ വെച്ചു കൊടുത്ത് കല്യാണം നടത്തണമെന്നാണോ? അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം? പിന്നെ സത്യത്തിൽ ചേട്ടത്തി, റിയ എന്റെ മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ കൺമുന്നിൽ ഞാനിങ്ങനെ കെട്ടാച്ചെറുക്കായിട്ട് നിന്ന് പോണമെന്നാണ്. ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ചിറ്റപ്പ? എന്തിനാ എപ്പോഴും നിങ്ങളുടെ ആദർശത്തിന്റെ പേരിൽ എന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ബലി കഴിപ്പിക്കുന്നത്? എന്തിനാ എപ്പോഴും നിങ്ങളുടെ സത്യസന്ധതയുടെ ആത്മാർത്ഥത്തിനും കല്ലെടുത്ത് മുതിർന്നവരോട് കാണിക്കാനുള്ള മര്യാദ നീ മറന്നുപോയോ? മിണ്ടാതെ അവിടെ ഇരിക്കെ. അല്ലെങ്കിൽ എന്താ എന്റെ കണ്ണം തടിക്കുവോ? പറ. വേണ്ട. എന്നാലും ശരി, എനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഞാനിന്ന് പറയാൻ തന്നെ ചെയ്യും. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല, 5ാമത്തെ തവണ നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങി പോകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പയ്യന്റെ വീട്ടുകാർ വരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ കയറ്റരുതെന്ന്. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ അനുഗ്രഹം മേടിച്ചു തന്നല്ലേ പറ്റൂ. പോരെ, ഇപ്പൊ കിട്ടിയില്ലേ അനുഗ്രഹമൊക്കെ? ഈ വീട്ടിൽ ഇങ്ങനെ പ്രേതത്തെ കണക്ക് ജീവിക്കുന്നതിനേക്കാളും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നേ നല്ലത്. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വല്ലതും നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിപ്പം വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം? എന്റെ പാദസൂർ എവിടെയോ കളഞ്ഞുപോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. ഈ മണ്ടൻ ബ്രഹ്മചാരി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഹായ്.
അല്ല, ഈ നാണമില്ലാത്ത മഹാബ്രഹ്മചാരിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടാരത്തിൽ ചെന്ന് വസ്ത്രം ഒന്ന് മാറിക്കോട്ടെ. ഉം? ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും നടുവിൽ ഒരിക്കലും ആരെയും കണ്ട് ഹൃദയം പിടഞ്ഞിട്ടില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോ ഇതിനെന്താ സംഭവിക്കുന്നെന്ന് അറിയുന്നില്ല. ഇതെന്തിനാ നിന്റെ പുറകെ പായുന്നെന്നും അറിയില്ല. അതുപോലെ നീയോ എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് എന്റെ അനുവാദം ഇല്ലാതെ പടികൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്റെ മുഖത്തുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ പിന്നിലെ സ്നേഹം നീ കണ്ടെന്നാണോ? അനുഭവിക്കുക അനുഭവിച്ചെന്നാണോ? അനുഭവിച്ചെന്നാണോ?